രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ പെൺകുട്ടിക്ക് ബി.ജെ.പി. പശ്ചാത്തലമില്ല എന്ന് ബി.ജെ.പി. നേതാവ് സി കൃഷ്ണകുമാർ. കേസ് ബി.ജെ.പി. സി.പി.ഐ.എം നീക്കമെന്ന രാഹുലിന്റെ വാദം നിലനിൽക്കുന്നതല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ. സ്ഥാനം രാജിവെക്കും വരെ പ്രതിഷേധങ്ങൾ തുടരുമെന്നും സി കൃഷ്ണകുമാർ 24നോട് പറഞ്ഞു. കഴിഞ്ഞ 4 മാസക്കാലമായിട്ട് ഈ വാദം ഇല്ലല്ലോ. ഈ ഇരയുമായിട്ട് സൗഹൃദം സ്ഥാപിക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് അറിയാമല്ലോ. മറ്റു വിഷയങ്ങൾ നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് കൃത്യമായിട്ട് ബോധ്യമുണ്ടല്ലോ. ഇപ്പോൾ ദുർബലമായിട്ടുള്ള ഇത്തരം വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് താൻ നിരപരാധിയാണെന്ന് തെളിയിക്കാനുള്ള ശ്രമമൊന്നും രാഹുൽ നടത്തേണ്ട. കേരളത്തിലെ പൊതുസമൂഹത്തിന് കൃത്യമായിട്ട് ബോധ്യമുണ്ട് രാഹുൽ ചെയ്ത കുറ്റത്തെ സംബന്ധിച്ച്. ഒരാളോടല്ലല്ലോ, നിരവധി ആളുകളോട് ഇത്തരത്തിലുള്ള പെരുമാറ്റം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്നത്. ഞങ്ങളെ സംബന്ധിച്ചുള്ള ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. അദ്ദേഹം എം.എൽ.എ. സ്ഥാനം രാജിവെക്കുന്നതുവരെ യാതൊരു വിധത്തിലുള്ള ഔദ്യോഗിക പരിപാടികളിലും അദ്ദേഹവുമായിട്ട് സഹകരിക്കില്ല. ഞങ്ങളുടെ പ്രതിഷേധം തുടരുകയാണ് ചെയ്യും. വിവരങ്ങളുമായി പാലക്കാട് നിന്ന് നിഖിൽ പ്രമേശാണ് വീണ്ടും ചേരുന്നത്. നിഖിൽ, ഗുഡ് മോർണിംഗ് അഗെയിൻ. ഈ വിഷയത്തിൽ ബി.ജെ.പി. നേതാവായ സി കൃഷ്ണകുമാർ പറയുന്നത് എന്താണ്? രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷയിൽ വളരെ കൃത്യമായ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു. ഈ യുവതിക്ക് ഒരു ബി.ജെ.പി. പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ ബി.ജെ.പി. ഗൂഢാലോചനയുടെ ഭാഗമാണ് തനിക്കെതിരെ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള ഈ പരാതി എന്നുള്ളതായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതിരോധം. ഈ കാര്യമാണ് നമ്മൾ ബി.ജെ.പിയുടെ ജില്ലയിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള സംസ്ഥാന നേതാവായിട്ടുള്ള സി കൃഷ്ണകുമാറിനോട് ചോദിച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ യുവതിക്ക് അങ്ങനെ ഒരു പശ്ചാത്തലമേ ഇല്ല. ഒരുപക്ഷെ ഈ യുവതിയുമായി സൗഹൃദം സ്ഥാപിക്കുമ്പോൾ അപ്പോൾ രാഹുലിന് ഈ പശ്ചാത്തലം എന്നൊരു പ്രശ്നമായിരുന്നില്ലേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇതിപ്പോൾ തനിക്ക് മുന്നിൽ വെക്കാനുള്ള ഒരു പ്രതിരോധമായി മാത്രമാണ് രാഹുൽ ഈ വാദം ഉന്നയിക്കുന്നത്. ബി.ജെ.പി. സി.പി.ഐ.എം നീക്കം എന്ന രാഹുലിന്റെ വാദം ഒരു കാരണവശാലും നിലനിൽക്കുന്നതല്ല. ഇപ്പോഴല്ല പെൺകുട്ടി ഈ പരാതി പുറത്തു പറയുന്നത്. പെൺകുട്ടിയുടെ ഈ പരാതി പുറത്തു വരുന്നത് ഇപ്പോഴല്ല, 4 മാസങ്ങൾക്ക് മുൻപേ അവർ ഇക്കാര്യം ഉന്നയിച്ചിരുന്നതാണ്. ഔദ്യോഗികമായി മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്നത് ഇപ്പോഴാണ് എന്ന് മാത്രമേ ഉള്ളൂ. അതോടൊപ്പം തന്നെ രാഹുലിനെതിരെയുള്ള വിലക്ക്, അതായത് രാഹുലുള്ള വേദിയിൽ പങ്കെടുക്കാതിരിക്കുക, രാഹുലിനെ പൊതുപരിപാടിയിൽ പങ്കെടുപ്പിക്കാതിരിക്കുക, ആ നീക്കം ഇനിയും തുടരും. മുൻകൂർ ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് ബി.ജെ.പിയുടെ കാര്യമല്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. രാഹുലിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ ഇനിയും തുടരും. ജില്ലയിൽ രാഹുൽ എത്തിയാൽ അപ്പോൾ തന്നെ ബി.ജെ.പിയുടെ പ്രതിഷേധം ഉണ്ടാകും. ഇപ്പോൾ പ്രതിഷേധം നടത്താത്തത് 20-ലധികം പ്രതിഷേധങ്ങൾ ഇതിനോടകം തന്നെ സംഘടിപ്പിച്ചിട്ടുണ്ട്. രാഹുൽ ഈ പൊതുപരിപാടിയിലേക്ക്, പൊതുമധ്യത്തിലേക്ക് എത്താത്ത നിലയ്ക്ക് ഇപ്പോൾ പ്രതിഷേധം സംഘടിപ്പിക്കുന്നതിൽ കാര്യമില്ലല്ലോ എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ വളരെ കൃത്യമായിട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോകുക. ഒരു പോലീസ് കോൺഗ്രസ് കൂട്ടുകെട്ടതിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് രാഹുലിനെ പിടികൂടാൻ കഴിയാത്തത് എന്നുള്ള വിമർശനം കൂടി അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. കൃഷ്ണ പ്രവിത. ശരി, നിഖിൽ പ്രമേശാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.